കേരളത്തിലെ ഉള്ളൊരു ഡ്രഗിന്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മളെ പേടിപ്പെടുത്തുന്നതാണ്. ഏത് കുഗ്രാമത്തിലും 10 മിനിറ്റിനും 15 മിനിറ്റിനും ഇടയിൽ ഏത് തരത്തിലുള്ള ഡ്രഗ് അവൈലബിൾ ആണ്. അത്രയും വലിയ നെറ്റ്വർക്കാണ്. ഇതിന്റെ അപകടം എന്ന് വെച്ചാൽ ഇപ്പൊ ആ ഗ്യാങ്ങിൽ 50 പേരെ ഉള്ളെന്ന് വെച്ചു. ഒരു ഗ്യാങ്ങിൽ ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറിയ കുട്ടികളെ ക്യാച്ച് ദ യങ് എന്നാണ്, അത് അവരാണ് ഏറ്റവും നന്നായി നടപ്പാക്കുന്നത്. 8ലും 9ലും പഠിക്കുന്ന കുട്ടികളെ തൊട്ട് അവർ ക്യാച്ച് ചെയ്യുക, എന്നിട്ട് അവരെ നേരത്തെ ഇതിന്റെ അഡിക്റ്റ് ആക്കുകയാണ്. അഡിക്റ്റ് ആക്കിയിട്ട് പിന്നെ ഇവരിൽ പൈസ ഇല്ലാതാവുമ്പോൾ അവരെ കാരിയേഴ്സ് ആക്കുകയാണ്. സെക്കൻഡ് തിങ് എൻഫോഴ്സ്മെന്റ് ആണ്. പോലീസിന്റെ എക്സൈസിന്റെയും ജോലി അവയർനെസ് അല്ല, എൻഫോഴ്സ്മെന്റ് ആണ്. ഇതിപ്പോ പിടിക്കുന്നുണ്ട് കേസ്. ആരെയാണ്? ലാസ്റ്റ് കണ്ണിയാണ് ഇത് ഉപയോഗിക്കുന്നവനെയാണ്. അവൻ 3 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിർത്തി ജാമ്യത്തിൽ പോകും. സോഴ്സ് ടാപ്പ് ചെയ്യാൻ. എവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഇത് വരുന്നത്? ട്രെയിനിലാണോ വരുന്നത്? ബൈ റോഡാണോ വരുന്നത്? കടലിൽ കൂടിയാണോ വരുന്നത്? എവിടെ നിന്നാണ് ഇതിന്റെ സപ്ലൈ? അത് അന്വേഷിച്ചു പോകും. അതിനുള്ള സംവിധാനം കേരളത്തിൽ വേണം. ആ എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്തിയാൽ നമുക്ക് ഇതിനെ തകർക്കാൻ പറ്റും. അത് ചെയ്യുമെന്ന് വ്യക്തമായ ഉറപ്പാണ്, 100% ചെയ്യും. ഞാനിത് അസംബ്ലിയിൽ ഗവൺമെന്റിനോട് പറഞ്ഞാണ്, ഞങ്ങൾ ഇത് ആദ്യം കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഫുൾ സപ്പോർട്ട് തരാം, നിങ്ങളിത് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. അപ്പൊ കേരളത്തിലേക്ക് ഇത് സപ്ലൈ ചെയ്താൽ പണി കിട്ടും എന്ന് ബോധ്യപ്പെടുത്തണ്ടേ?